അനിൽ അമ്പലത്തിൽ കയറിയപ്പോൾ രക്ഷപ്പെട്ടത് കുറുവാസനം പാതിരി. അന്തപ്പൻ മകൻ അനിൽ ആന്റണി കൂമ്പുപാടി നിന്നപ്പോൾ അമ്മച്ചി എലിസബത്ത് ആന്റണി ആലപ്പുഴ കുറുവാസനത്തിൽ പോയി ജോസഫ് പാതിരിയുടെ അടുത്ത് പോയി ഉടമ്പടി എടുക്കുകയും അതിന്റെ ഫലമായി ആണ് ചെക്കൻ BJP പ്രവേശനം നേടിയത് എന്ന് എലിസബത്ത് ആന്റണി മാലോകരോട് ഉറക്ക സാക്ഷ്യം വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഞാൻ അമ്മയോട് കരഞ്ഞ് പറഞ്ഞു, എൻ്റെ മകൻ്റെ ഭാവി, അവനിപ്പോൾ 39 വയസ്സായി, അവനൊന്നും ഇത്രയും വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ഒരു മകന് അവൻ്റെ ആഗ്രഹം സാധിക്കുന്നില്ല. ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പറഞ്ഞു. ഞാൻ സങ്കടപ്പെട്ട് ഇവിടെ അപ്പോഴവൻ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, അമ്മ എന്നെ PMOയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അവരെന്നോട് BJPയിൽ ചേരാനായിട്ടാണ് പറഞ്ഞത്. BJPയിൽ ചേർന്നാൽ നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്ന്. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയിലാണ്, നമ്മൾ ജീവിച്ചതും ആ പാർട്ടിയിലാണ്. അങ്ങനെ BJPയിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. ഞാനിവിടെ വന്ന് അമ്മയോട് ആലോചന ചോദിക്കാനായിട്ട് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് തുണ്ട് കൊടുത്തു. അച്ഛൻ അമ്മയുടെ കാൽക്കിൽ തുണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണ്ട, അവന് അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ എൻ്റെ മനസ്സ് അമ്മ മാറ്റി തന്നു. BJPയോടുള്ള എല്ലാ വെറുപ്പും അറപ്പും ദേഷ്യവും എല്ലാം അമ്മ ഓൺ ദ സ്പോട്ട് മാറ്റി എനിക്ക് വേറെ ഒരു ഹൃദയം തന്നു. അവനെ അംഗീകരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സ് ഞാൻ തന്നു. BJPയിൽ പോവുക മാത്രമല്ല, A ക്ലാസ് മണ്ഡലം കിട്ടുകയും അതിൽ ചിമിട്ടൻ വിജയമുണ്ടാകുമെന്നും പാതിരി പ്രവചിച്ചു കളഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തൻ്റെ പ്രവചനം ആകെ പൊളിയുമെന്നും തൻ്റെ കുറുവാസനം പൂട്ടേണ്ടി വരുമെന്നോർത്ത് കഴിഞ്ഞ ആഴ്ച മുഴുവൻ പാതിരിക്ക് പ്രഷർ വല്ലാതെ കൂടുതലായിരുന്നു എന്നതാണ് കുറുവാസനത്തിൽ നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ നൽകിയ വിവരം. എന്നാൽ ഇന്നലെ കുറുവാസന പാതിരി പതിവില്ലാതെ തുള്ളിച്ചാടുകയും അസാധാരണമാം വിധം ഹല്ലേലൂയ വിളിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തു എന്നാണ് വിവരം. ഈ ദൃശ്യം അദ്ദേഹം TV-യിലൂടെ കണ്ടപ്പോഴാണത്രേ അദ്ദേഹം തുള്ളിച്ചാടിയത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം തുള്ളിച്ചാടിയത്? ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു കളയാം. കുറുവാസന മാതാവിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തി ഉടമ്പടി എടുക്കുകയും പാതിരി കൊടുത്ത് ഉപ്പെടുത്ത് അണ്ണാക്കിലിടുകയും പാതിരിയുടെ എണ്ണ ദേഹമാസകലം പുരട്ടുകയും പല കളറിലുള്ള മെഴുകുതിരികൾ കിടക്കയ്ക്ക് ചുറ്റും കത്തിച്ചു വെക്കുകയും ഒക്കെ ചെയ്യുന്നത് പോരാഞ്ഞ്
ചെറുക്കൻ അമ്പലത്തിൽ പോയി ശ്രീകോവിലിന് ചുറ്റും വലം വെക്കുന്നു, പ്രസാദം വാങ്ങി ശാപ്പിടുന്നു, വഴിപാട് നടത്തുന്നു. കുറുവാസന മാതാവ് ഒറ്റയ്ക്ക് നോക്കിയാൽ പത്തനംതിട്ട പൊങ്ങില്ല എന്നതുകൊണ്ടാണത്രേ ഇപ്പോൾ അയ്യപ്പനെ കൂടെ കൂട്ടുപിടിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പൊളിഞ്ഞു എന്ന് പറയാം. ചക്കൻ പൊട്ടുമ്പോൾ ഇതാണ് കാരണമെന്നും പറയാം. മാതാവിനോടുള്ള വിശ്വാസവഞ്ചന എന്ന് സ്ഥാപിക്കുകയും ചെയ്യാം. ഇതാണ് പാതിരി തുള്ളിച്ചാടാൻ കാരണം. അത് മാത്രമല്ല, പൂഞ്ഞാർ കേശവൻ 2 കൈയും തലയിൽ വെച്ച് പോയി പണ്ടാരമടകടാ മല്ലരെ എന്ന് ആശീർവദിക്കുകയും ചെയ്തു. തീർന്നില്ലേ? അതുപോലെ പൂഞ്ഞാർ കേശവൻ്റെ വരവും ആ നിൽപ്പും ഒക്കെ കണ്ടോ? വല്ല ഗവർണർ പദവിയോ വല്ല രാജ്യസഭാംഗത്വമോ ഒക്കെ കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് ഈ പണിയെല്ലാം ഒരു എളുപ്പമില്ലാതെ നിന്ന് ഈ മൈത്താണ്ട് ചെയ്യുന്നത് എന്നോർക്കണം. ഇതൊക്കെ കാണുമ്പോൾ റോമൻ കത്തോലിക്കരുടെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. ഞങ്ങളുടെ സ്വന്തം കണ്ടരര് ജോർജരര് എന്ന്. ഞങ്ങളിത് കാണില്ല. അയ്യോ, സുഡാപ്പികൾ ഞങ്ങളുടെ പാതിരിയെ പഞ്ഞിക്കിടുന്നേ, ഓടിവായോ കേശവ, അനിലേ ഓടിവാടാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.